Good morning, all. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ നൈമ മാം ആണ്. മാം വുമൺ വെൽനസ് കോച്ചാണ്, കൗൺസിലറാണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ മാം? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഒരു കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും മോർണിംഗ് സർക്കിളിലേക്ക് വരുന്നത്. 2 to 3 months ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്, അല്ലെ സജിന മാം? അതെ അതെ, കുറച്ചു നാളായിട്ടുണ്ട്. അതെ അതെ, പുതിയ കുറെ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാന്ന് വിചാരിച്ചു. സോ ഞാൻ മാം പറഞ്ഞ പോലെ എന്നെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ നീമ, ഹോമിയോപ്പതിക് ഡോക്ടറാണ്, വുമൺ വെൽനസ് കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. ആൻഡ് ഞാൻ എന്റെ സ്വദേശം വരുന്നത് മലപ്പുറത്താണ്. അപ്പോ ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ? ദ റിതം ഓഫ് നാച്ചർ, ദ റിതം ഓഫ് ലൈഫ്. എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന്? സിമ്പിൾ ടോപ്പിക്കാണ്, ബട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ചെറിയൊരു ടോപ്പിക്കാണ് അല്ലേ? എന്താണ് റിതം ഓഫ് നേച്ചർ? പറഞ്ഞേ. അറിയില്ലേ? ഓക്കെ, റിതം ഓഫ് നേച്ചർ പറയൂ. പ്രകൃതിയുടെ ഒരു റിഥം. പ്രകൃതിയുടെ. അതെ, ഓക്കെ. പ്രകൃതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരിക നല്ല ഒരു ഗ്രീനറി വരും അല്ലെ? നല്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? കുറേ മരങ്ങളുള്ള ഒരു കാട് വരും, ആകാശം വരും, പൂക്കൾ വരും, പിന്നെയോ പക്ഷികൾ വരും, ജീവജാലങ്ങൾ വരും. പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളിപ്പോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫിലൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണല്ലേ? സംടൈംസ് ആ റിതം ഓഫ് നേച്ചർ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് റിതം ഓഫ് നേച്ചർ എന്താ നോക്കാം. അത് നമ്മുടെ റിതം ഓഫ് ലൈഫിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട് നോക്കാം. ആൻഡ് സയന്റിഫിക്കലി നമുക്ക് ഒരുപാട് കണക്ഷൻ വരുന്നുണ്ട്, ഇമോഷണലി കണക്ഷൻ വരുന്നുണ്ട്. ആൻഡ് നമ്മളിവിടെ ആയിരിക്കുന്നതിന് നാച്ചർ ഒരു ബിഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലേ? കാരണം എന്താ? നമ്മള് സ്റ്റാർട്ട് ചെയ്യണത്, മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഈ ഒരു ഭൂമി അല്ലെങ്കിൽ നാച്ചുറൽ നിന്ന് തന്നെയാണ്. അവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ പലപ്പോഴും അതിനെ മറന്നിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് നാച്ചുറായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ റിതം ഓഫ് നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് ആദ്യം വരുന്നത്? നമ്മളിത് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം, പതിയെ പൂക്കൾ വിരിയുന്നൊക്കെ ഒന്ന് കാണാം, പതിയെ കാറ്റ് വീശുന്ന നോക്കുക. ആൻഡ് അതിലുപരി നമ്മൾ ഒരു കടൽ തീരത്ത് നിൽക്കുന്നതാണെങ്കിലോ പതിയെ തിരമാലകൾ വന്ന് അടിക്കുന്നത് നോക്കി നോക്കൂ അല്ലെ? ഈ നാച്ചുറലുള്ള അതിനേക്കാൾ വലുതായിട്ട് സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരത്ത് അസ്തമിക്കുന്നു, നൈറ്റ് ആവുമ്പോൾ മൂണ് വരുന്നു, മോർണിംഗ് ആവുമ്പോൾ മൂണ് പോകുന്നു. എവറിത്തിങ് ഹാസ് എ റിതം. ഒരു സൈക്ലിക് ആണല്ലേ നാച്ചർ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ സൈക്കിള് ഒന്ന് ചെറുതായിട്ട് മാറുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? നമുക്ക് ഫ്ലഡ് വരുന്നുണ്ട്, കടൽക്ഷോഭം വരുന്നുണ്ട്. ആൻഡ് ചേഞ്ചസ് ഇൻ റിതം ഓഫ് നാച്ചുറൽ ഒരുപാട് അഫക്റ്റ് വരുന്നുണ്ട്. സെയിം രീതിയിൽ തന്നെ ഈ നാച്ചുറിന്റെ റിതം ചേഞ്ച് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു നാച്ചുറിന് ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീരം, നമ്മുടെ മനുഷ്യന്റെ ശരീരവും ഒരു നാച്ചുറൽ റിതം കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. നിങ്ങൾ സിക്കാഡിയൻ അല്ലെങ്കിൽ സൈക്കാഡിയൻ സൈക്കിളിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരു ബയോളജിക്കൽ സൈക്കിൾ ആണല്ലേ? അതെ. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ എങ്ങനെയായിരുന്നു? സൂര്യൻ ഉദിക്കുമ്പോ എണീക്കുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോ അവര് ഉറങ്ങുന്നു അല്ലേ?
അവരുടെ ടെക്നോളജിക്കലി കുറെ അന്നത്തെ ഇന്നത്തെ വ്യത്യാസമുണ്ട്. പ്രാക്ടിക്കലി നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇന്ന് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അതിന് ആ ഒരു രീതിയിൽ പോസിബിൾ ആണല്ലേ. ആ റിതം തെറ്റണ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. എക്സാമ്പിള്, ഈ സിക്കാർഡിയൻ റിതത്തിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഹോർമോണുകൾക്ക് ഈ സിക്കാർഡിയൻ റിതമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു നാച്ചർ ഓഫ് റിതമിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരുപാട് റിതംസ് നടക്കുന്നത്. അത് നാച്ചുറൽ ചേഞ്ചസ് വരുന്ന പോലെ തന്നെ നമ്മൾ അത് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ബോഡിയിലും ഒരുപാട് ചേഞ്ചസ് വരും. ആദ്യം നമുക്ക് സയന്റിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഈ ഒരു റിതം ഓഫ് നാച്ചർ നമ്മുടെ ബോഡിയിൽ അഫക്ട് ചെയ്യുന്നുള്ളത്. നമ്മളെല്ലാവരും സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഒക്കെ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്, സ്ട്രെയിന് ഇതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എപ്പോഴും അലേർട്ടാണ്. ഒരുപാട് സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ട, നമുക്ക് എടുത്താൽ പൊങ്ങാത്ത താരത്തിലൂടെ പോകുമ്പോൾ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എപ്പോഴും ആക്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിനെ കാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ പാരാസിമ്പത്തറ്റിക് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിനെ കാം ചെയ്യാൻ എന്ത് വേണം? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വേണം. ആൻഡ് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം റെസ്റ്റ് ആൻഡ് റീസെറ്റ് കൊടുക്കുന്നത് ഒരു പക്ഷേ ഗ്രൗണ്ടഡ് ഫീൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലാക്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയും കുറച്ച് സമയം സൺലൈറ്റ് കൊള്ളണം, അല്ലെങ്കിൽ കുറച്ച് സമയം ബെയർ ഫൂട്ടിൽ നടക്കാൻ നോക്കണം, കുറച്ച് സമയം നമ്മൾ പ്രകൃതിയോടൊന്ന് ഇണങ്ങി ജീവിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ മുറ്റത്ത് കുറെ ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അതിന്റെ കൂടെ പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ. അതിന്റെ പിന്നിലുള്ള ബിഹൈൻഡ് ദ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അവിടെ ആക്റ്റീവ് ആവുന്നതാണ്. അവിടെ കുറച്ചും കൂടി റെസ്റ്റ് ആൻഡ് റീസെറ്റിംഗ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് ഈ ഒരു നാച്ചുറൽ നിന്ന് കിട്ടുന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ പ്രകൃതിയിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഇല്ലേ? യെസ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് നമ്മള് അതായത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ചാർജ് ആണ് പ്രകൃതിയിലുള്ളത്, അല്ലെങ്കിൽ ഭൂമിയിലുള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾ ബെയർ ഫൂട്ട് ആയിട്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ കുറച്ച് ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ കുറച്ച് മൗണ്ടൻ ഏരിയ കുറച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു പുൽമേടിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് ഇലക്ട്രോണുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലുകൾ വഴി അല്ലെങ്കിൽ നമ്മൾ തലോടുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ഇൻഫ്ലമേഷന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നീർക്കെട്ടിനെ കുറയ്ക്കാൻ ഈ ഇലക്ട്രോൺസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനം പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ സിക്കാർഡിയൻ സൈക്കിളിനെ കുറിച്ചിട്ട് അല്ലേ. നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഉള്ള ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹോർമോൺസ് ബാലൻസ് ചെയ്യപ്പെടുന്നത്. സോ അത് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരവും നമ്മുടെ മാനസികമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ റുട്ടീന് അതിനനുസരിച്ചിട്ട് റിതമാക്കി കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കോർട്ടിസോള് എന്ത് ചെയ്യും? അതും ഒരു റിതമിക് ആയിട്ടുള്ള ഒരു പാറ്റേണിലൂടെയാണ് പോവുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ, നമ്മുടെ കോർട്ടിസോളിന്റെ ലെവൽ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റലി ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ എന്ത് പറ്റും? നമ്മളൊരു റിതം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ആൻഡ് നാച്ചുറൽ റിസ്റ്റോർ അറ്റൻഷൻ. നമ്മൾ കുറച്ച് സമയം ഒരു പൂവിലേക്കൊക്കെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യുക അല്ലെ. നമ്മൾ പെട്ടെന്ന് അങ്ങനെ പോകുന്നതിനിടയിൽ കുറച്ച് സമയം നമ്മളൊരു മലയിലേക്ക് നോക്കിയിരിക്കണം. ഒന്നും പോട്ടെ, നമ്മുടെ മുന്നിൽ ഒരു ചെടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം അതിന്റെ ഇലകളിലേക്ക് നോക്കിയിരിക്കും. കുറച്ച് സമയം റോസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ മുള്ളൊക്കെ ഒന്ന് നോക്കും അല്ലെ, അതിന്റെ ഇതളുകളൊക്കെ ഒന്ന് നോക്കും. ആ പൂവിന്റെ ഭംഗി കുറച്ചു നേരം നമ്മളൊന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ കുറച്ച് സമയം നമ്മൾ പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ സിറ്റുവേഷനിലായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്രെയിനിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുന്നുണ്ട്, കുറച്ചും കൂടി അറ്റൻഷൻ അവിടെ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മളെ നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മളെ ബ്രെയിൻ വേവ്സിനെ കാമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രെയിൻ വേവ്സിന്റെ അറ്റൻഷൻ കൂട്ടാനും കോൺസെൻട്രേഷൻ കൂട്ടാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു പുതിയ കാര്യമൊന്നും അല്ല.
ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാ. പക്ഷെ നമ്മൾക്ക് പലപ്പോഴും സമയം കിട്ടാറുണ്ടാവില്ല അല്ലെ? നമ്മൾ ഇതിനൊന്നും അത്ര ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക്, നമ്മുടെ ഫിസിക്കലി മെന്റൽ ഹെൽത്തിന് ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞാലും നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കാത്ത ഒരു കാര്യമായിരിക്കും അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ ബയോളജി സയന്റിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ഒ വിൽസൺ അദ്ദേഹത്തിന്റെ ബയോഫീലിയ ഹൈപ്പോത്തസിസിലെ മനുഷ്യന് മറ്റ് ജീവജാലങ്ങൾക്കും പ്രകൃതിയോട് ബന്ധപ്പെടാൻ ഒരു സ്വാഭാവിക പ്രവണതയുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു ഹൈപ്പോത്തസിസിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മൾ വർഷങ്ങളായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരാൾക്കാരാണ് അല്ലെ? അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടു പോകാനെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാനും നമ്മുടെ ബ്രെയിനും ബോഡിയും ഒക്കെ അതുമായിട്ട് പ്രതികരിക്കുന്ന രീതിയിലാണ് പരിണമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഹൈപ്പോത്തസിസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പൂർവികരൊക്കെ രാവിലെ അവര് കംപ്ലീറ്റ്ലി നാച്ചുറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിപ്പോ ഒരുപാട് ടെക്നിക്കലി ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും നമ്മൾ ഒരു റൂട്ടഡ്, നമ്മുടെ ഗ്രൗണ്ടഡ് എവിടെയാണ്? നമ്മുടെ വേരുകൾ ശരിക്കും എവിടെയാണ് ഉള്ളത്? പ്രകൃതിയിൽ തന്നെയല്ലേ? പ്രകൃതിയിൽ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഭക്ഷണം കിട്ടുന്നത്, വെള്ളം കിട്ടുന്നത്, വായു കിട്ടുന്നത് അല്ലെ? സോ തിരിച്ച് നമുക്ക് ഈ ഒരു പ്രകൃതിയോട് കുറച്ചും കൂടി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പൊ ഈ പ്രകൃതിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്ക് നമ്മുടെ 5 എലമെന്റ്സിനെ കുറിച്ച് അറിയാലോ. എന്തൊക്കെയാണ് നമ്മൾ 5 എലമെന്റ്സ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ 5 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആകാശം വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്, ഭൂമി വരുന്നുണ്ട്, പിന്നെയോ എയർ വരുന്നുണ്ട്, ഫയർ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു 5 എലമെന്റ്സ് നമ്മുടെ ഇത് കാണുമ്പോ തന്നെ, ഇത് പറയുമ്പോ തന്നെ നമുക്ക് എന്താണ് മനസ്സിൽ വരിക? ഭൂമി അല്ലെ? ഭൂമിയുടെ കാര്യങ്ങൾ വരും, ഈ പ്രകൃതിയോട് ഇണപെട്ടിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ ഇത് നമ്മുടെ ലൈഫിനെ ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇതുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ വിച്ഛേദിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ എനർജി സിസ്റ്റത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുന്നുണ്ട്. നമ്മൾ അറിയാത്ത ഒരുപാട് ചേഞ്ചസുകൾ വരും. നമ്മൾ ഫിസിക്കലി അത് ബാധിക്കുന്നുണ്ട്, മെന്റലി അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ചെറിയ രീതിയിൽ ഇതിനെ കുറിച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞുതരാം. ആൻഡ് നമ്മുടെ 5 എലമെന്റ്സിൽ ഫസ്റ്റ് വരുന്നത് എർത്ത് എലമെന്റ് ആണ്. എർത്ത് അറിയുമ്പോ തന്നെ നമുക്ക് ഭൂമി വരും അല്ലെ? മണ്ണ്. നമ്മള് പലപ്പോഴും ഇന്ന് ഒരുവിധം എല്ലാവർക്കും കാലുവേദനയാ. ചെരുപ്പിടാതെ ആൾക്കും പലർക്കും മണ്ണിലൂടെ ചവിട്ടാനേ കഴിയില്ല. ഈവൻ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ചെരുപ്പിടാതെ മണ്ണിലൂടെ നിൽക്കുമ്പോഴേക്കും ചളിയാവുന്നു പറയും, അല്ലെങ്കിൽ കാലില് കല്ല് കുത്തുന്നു എന്ന് പറയും. ഇതിന് അവർക്ക് എങ്ങനെയാ നമുക്ക് ഈ ഒരു എർത്തിനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുക? അല്ലെങ്കിൽ മിക്കപ്പോഴും കുട്ടികൾക്ക് ഇപ്പൊ കേസിൽ പലരും വരുന്നുണ്ട്, മണ്ണിലൂടെ ചവിട്ടുമ്പോഴേക്കും അവർക്ക് അലർജി വരുന്നുണ്ട്, അവരുടെ കാലിന്റെ സോഫ്റ്റ്നെസ്സിന് ഇതുണ്ട്. കുട്ടികൾക്ക് വേദനിക്കൂലേ? ഇല്ല, കുഞ്ഞുങ്ങൾക്ക് അത് വേദനിക്കൂല. അവർക്ക് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇലക്ട്രോൺസ് അവിടെ പാസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ വളർച്ചയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബെയർഫൂട്ട് ആയിട്ട് നടക്കണം എന്നുള്ളത്. നമ്മൾ എർത്തുമായിട്ട് കൂടുതൽ കണക്ട് ആവുമ്പോൾ, നമ്മൾ ഒരു വേര് വന്ന പോലെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സേഫ്റ്റി അവിടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു ഗ്രൗണ്ടിങ് എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഇവിടെ ആയിരിക്കുന്നു എന്നതിനെ ഒരു 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 ടൈപ്പ് ഓഫ് ഫീൽ ചെയ്യുന്നു എന്ന് പറയില്ലേ? നമ്മൾ ഒരു കാര്യത്തിന് ടച്ച് ചെയ്യുമ്പോഴല്ലേ നമുക്കത് ഫീൽ ചെയ്യുക കൂടുതലായിട്ട്. അപ്പൊ നമ്മൾ ഭൂമിയിൽ അവിടെ ആയിരിക്കുന്നു എന്നുള്ളതിന് കുറച്ച് സമയം നമ്മൾ ഭൂമിയിൽ കൂടെ നടക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ആണ്, നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കുമ്പോൾ നമുക്ക് എവിടേക്കും ടൂർ പോവാന്ന് പറയില്ലേ? ആരെങ്കിലും ടൗണിലേക്ക് ടൂർ പോവോ? മാക്സിമം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം വല്ല ഊട്ടിയോ കൊടൈക്കനാലോ വല്ല ഹിൽ സ്റ്റേഷനോ, കുറച്ച് നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് വല്ല വയനാടോ ഒക്കെ അല്ലേ? ഇനി ഇവൻ നമ്മൾ ചെറിയ രീതിക്കാണെങ്കിലും ചെറിയൊരു വെള്ളച്ചാട്ടോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഭാഗത്തേക്കാണല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പോവാ. അതിനർത്ഥം എന്താ? നമ്മുടെ ബോഡിക്ക് അറിയാം നമ്മുടെ ബോഡിക്ക് നാച്ചുർ ഇല്ലാതെ പറ്റില്ല എന്നുള്ളത്. നമ്മുടെ ബോഡിക്ക് അറിയാം നാച്ചുറിന് മാത്രമേ എന്നെ ഹീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ എന്നുള്ളത്. അപ്പാർട്ട് ഫ്രം മെഡിസിൻസ്, അപ്പാർട്ട് ഫ്രം വാട്ട് എവർ ഇറ്റ് ഈസ്, നാച്ചുർ ഹാവ് ദ മെയിൻ ഫീച്ചർ അല്ലെങ്കിൽ മെയിൻ പവർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പവർ കിട്ടുന്നതും നമ്മുടെ എനർജി സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ എവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ അത്
ബൂസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഹീലിംഗ് നടക്കുന്നുള്ളൂ നമ്മുടെ നാച്ചുറലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ. അവിടെ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങൾക്ക് എർത്തിനും വാട്ടറിനും എയറിനും ഫയറിനും ആകാശത്തിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് ആണ്. എർത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ അവിടെ സേഫ്റ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ വെള്ളം, നമ്മൾ കുറച്ച് സമയം ഒരു വാട്ടർഫാൾസിൽ പോയി നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഒഴുക്ക്, വെള്ളത്തിന്റെ ഒഴുക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ കാംനെസ്സിനെ കൂട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടിരിക്കുന്ന നമ്മളിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വേവ്സ് വരുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ തോട്ട്സ് വരുന്നുണ്ടാവും. കുറച്ച് സമയം ആ ഒരു വാട്ടർഫാൾസിനെ നമ്മൾ ഫീൽ ചെയ്തിട്ട് കുറച്ച് സമയം അതിന്റെ ഒഴുക്കിലേക്ക് ഒന്ന് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഒന്ന് കാമാവും അല്ലെ. അതേപോലെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് അറിഞ്ഞ് കുടിക്കാൻ നോക്കുക. മൈൻഡ്ഫുൾ ആയിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. ജസ്റ്റ് ഒരു അഫർമേഷൻ, ഞാൻ കുടിക്കുന്ന വെള്ളത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടെങ്കിലും നമ്മളൊന്ന് കുടിക്കാൻ നോക്കാം. അതിന് നമ്മൾ അറിയാത്ത രീതിയിൽ ഒരു എനർജി സിസ്റ്റത്തിൽ ഒരു വർക്കിംഗ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എർത്ത്, ഈ ഒരു എലമെന്റ്സിന് നമ്മുടെ ചക്രകളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ എർത്ത് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് ചക്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഈ റൂട്ട് ചക്ര ബാലൻസ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ ഹയർ ചക്രസിലേക്ക്, സാക്രലോ അല്ലെങ്കിൽ സോളാറോ ത്രോട്ട് ഹാർട്ട് ചക്ര അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ക്രൗൺ ചക്ര വരെ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ, ബാലൻസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. റൂട്ട് ചക്ര ബാലൻസ് ആയിരിക്കണം. നമ്മൾ ഇവിടെ ആയിരിക്കണം. ഇവിടെയാണ് എന്നതിന് നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് റൂട്ടഡ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഹയർ ചക്രാസ്, നമ്മുടെ എനർജി സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ് ആവുള്ളൂ. അതേപോലെ തന്നെ വാട്ടർ എലമെന്റിന് നമ്മുടെ സാക്ര ചക്രയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സാക്ര ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? സാക്രൽ ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫ്ലോ ഓഫ് എനർജി അല്ലെങ്കിൽ ഫ്ലോ ഇമോഷൻസ്, ഫ്ലോ ഓഫ് ഹോർമോൺസ് എല്ലാത്തിനും കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സാക്രൽ ചക്രം അല്ലെങ്കിൽ വാട്ടർ എലമെന്റുമായിട്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സോളാർ ചക്രം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഒരുപാട് ഊർജം തരുന്നുണ്ട് അല്ലെ. ഈ സോളാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? സൂര്യൻ അല്ലേ. അതേപോലെ തന്നെ അവിടെയാണ് ഫയർ ചക്ര അല്ലെങ്കിൽ തീ എന്നുള്ള എലമെന്റ് അവിടെയാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ നമ്മൾ സൂര്യൻ അനുസരിച്ചിട്ട് രാവിലെ എണീക്കുന്നു, വൈകിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ രാവിലെ മുതൽ നമ്മൾ സൂര്യൻ അനുസരിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ നൈറ്റ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നായിട്ട് ഭക്ഷണം, ഹെവി ഫുഡെല്ലാം നമ്മൾ മീൽസ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയാറുണ്ട്. സോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ ഇവിടെ സോളാർ ചക്രയുമായിട്ട് അല്ലെങ്കിൽ ഫയർ എലമെന്റുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് എയർ പറയുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ച് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. ശ്വാസം എടുക്കുക പോണത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക്. നമ്മൾ എടുക്കുന്ന ബ്രീത്തോ നമ്മുടെ ഹാർട്ടിനെ റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ എയർ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് നമ്മുടെ ഹാർട്ട് ചക്രനായിട്ടാണ്. ഒരു ഫീലിംഗ്, കമ്പാഷൻ, ഫോർഗീവ്നെസ്, ലവ്, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഡീപ് ബ്രീത്തിങ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെയാണ് നമ്മുടെ ഈ ഹാർട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതായത് എയർ എലമെന്റ് ഓക്കെയാണ് നമ്മുടെ എടുക്കുന്ന ബ്രീത്ത്. നമ്മൾ എപ്പോഴും നമ്മൾ കൂളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഭയങ്കര സ്ട്രെസ് ആവുന്ന സമയത്ത് നമ്മൾ ബോക്സ് ബ്രീത്തിങ്ങോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ എലമെന്റ് അവിടെ ബാലൻസ് ആവുന്നുണ്ട്, സെയിം ടൈം നമ്മുടെ എനർജി സിസ്റ്റം കൂടി ബാലൻസ് ആവുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം ഫിസിക്കലി അല്ലെങ്കിൽ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിലോ നന്നായിട്ട് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബോഡിക്ക് നന്നായിട്ട് ഓക്സിജൻ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൽസ് എല്ലാം നോർമൽ ആയിട്ട് ഹെൽത്തി ആയിട്ട് വർക്കിംഗ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ നമ്മൾ പുറന്തള്ളുക എന്ന് പറയും. അപ്പൊ നമ്മൾ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ആ എടുക്കുന്ന ബ്രീത്ത് ഒരു നല്ല അറ്റ്മോസ്ഫിയർ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് നമ്മുടെ ബോഡിയും റൂട്ടഡ് ആയിട്ട് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണ്, കാം ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിലോ അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കും. നോർമൽ ബ്രീത്ത് ചെയ്യപ്പെടുന്നത് ഒരു റൂമിൽ നിന്ന് നമുക്കൊരു മെഡിറ്റേഷൻ വെറുതെ ബ്രീത്ത് ചെയ്യുന്നതും നമ്മൾ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നതും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അല്ലെ. അത് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിനെയും മൊത്തത്തില് ആ ഒരു നാച്ചുറൽ റിതം ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിന്റെ റിതവുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നോക്കി നോക്കൂ. ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ ആകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയും. ഇത് നമ്മുടെ അവയർനെസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം മെഡിറ്റേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ. നമുക്ക് എത്ര പേർക്ക് ഈ ഒരു സമയത്ത് കുറച്ച് സമയം ഒന്ന് ഫോണൊന്നും ഇല്ലാതെയും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെറുതെ ഇരിക്കാൻ എത്ര പേർക്ക് ഇപ്പൊ സാധിക്കും എന്നുള്ളതാണ്. ആർക്കും ഇപ്പൊ വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വെറുതെ ഇരിക്കാനേ കഴിയൂല. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെറുതെ ചുമ്മാ ഒന്ന് സൈലൻസിലായിട്ട് ഇരിക്കാൻ പലപ്പോഴും നമുക്കൊന്ന് പറ്റുന്നില്ല. നമ്മൾ അത്ര ബിസിയാണ്. ആ ഒരു സൈലൻസ് ഒന്നും വേണ്ട. രാവിലെ എണീക്കുന്ന സമയത്ത് ബെഡിൽ നിന്ന് എണീക്കുന്നതിന്റെ മുന്നേ ആയിട്ട്
പ്രാർത്ഥിക്കുക. മിക്കവാറും എല്ലാവരും പ്രാർത്ഥിച്ചിട്ടാവും എണീക്കുക. ഹറി ബറി മാറ്റിയിട്ട് കുറച്ച് നേരത്തെ നമ്മൾ എണീക്കുമല്ലോ, ആ ഒരു സമയത്ത് ഒരു 3 to 5 മിനിറ്റ്സ് എങ്കിലും ഒന്ന് വെറുതെ ഇരിക്കുക, നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ്ഡ്. അതുവരെ നമ്മുടെ ബോഡീനെ കാമാക്കുന്നുള്ളതാണ്. നമുക്കൊരു എനർജി, നമ്മുടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എനർജിയിൽ നിന്നും പെട്ടെന്ന് നമ്മൾ എണീക്കുമ്പോഴേക്കും ആ ഒരു എനർജിനെ അവിടെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ ഒരു സൈലൻസ് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് അത് നമ്മുടെ ചക്ര എനർജി സിസ്റ്റത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നാച്ചുറലി നമ്മൾ കുറച്ച് സമയം വെറുതെ ഇരിക്കുക, ആ ഒരു സമയം അതും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എലമെന്റ്സിന്റെ കാര്യം പറഞ്ഞത് കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളൊക്കെ പറയും, നിങ്ങൾക്കൊക്കെ ഒരു ഡിസ്കണക്ഷൻ, നാച്ചുറൽ ആയിട്ട് ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നത് എവിടെ നിന്നൊക്കെ നമുക്ക് ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യാം? പറയൂ. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുത്തുന്നുണ്ടാവും അല്ലെ? നാച്ചുറലി വരുത്തുന്ന ഒരുപാട് ചേഞ്ചസുകൾ നമ്മുടെ ബോഡിയിലും നമ്മുടെ മൈൻഡിലും സറൗണ്ടിങ്സിലും ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മള് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ നാച്ചുറൽ എന്താ നമ്മളോട് പറയുന്നത്? പ്രസൻസിലായിക്കൊണ്ടിരിക്കാൻ, ഇവിടെ ആകുമെന്ന് നമ്മളോട് പറയുന്നത് അല്ലെ? അത് മൈൻഡ്ഫുൾനെസ്സിന് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മോഡേൺ ലൈഫ് നമ്മൾ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചിട്ടാണ്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കൂ എന്നുള്ളതെങ്കിൽ കൂടുതൽ ടൈം വർക്ക് ചെയ്യൂ, ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ നാച്ചുറലി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാലൻസിങ്ങിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യാന്നുള്ളത്. ആൻഡ് മോഡേൺ ലൈഫ് ഡു മോർ, കൂടുതൽ നിലയിൽ പറയുമ്പോഴേക്കും ബിക്കം മോർ, നിങ്ങളാകൂ എന്നതിനെയാണ് നാച്ചുറൽ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി നമ്മളാവാനാണ് പറയുന്നത്. നമുക്കൊരു ചൊല്ലുണ്ടല്ലേ, മണ്ണിൽ നിന്ന് വന്നവനെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മണ്ണിന്ന് വന്നതാണല്ലേ, അല്ലേ? നമ്മളും മണ്ണും തിരിച്ച് നമ്മൾ എവിടേക്കാ പോകുന്നത്? മണ്ണിലേക്ക് തന്നെയാ പോകുന്നത്. അവിടെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മൾ എത്രത്തോളം റൂട്ടഡ് ആണ് ഈ ഒരു പ്രകൃതിയും അല്ലെങ്കിൽ ഈ ഒരു എർത്തുമായിട്ട് നമ്മൾ എന്തെന്നോരം റൂട്ടഡ് ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പ്രകൃതിയുമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തൊക്കെ എക്സാമ്പിൾസ് നമുക്ക് പറയാം? രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം സൈലൻസ് ആയിട്ട് ഇരിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ദാറ്റ്. ആൻഡ് ഫസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും അല്ലെ? പലർക്കും മൂത്രക്കലിന്റെ ഒക്കെ അസുഖം ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സ് ഫസ്റ്റേ പറയും, അല്ലെങ്കിൽ അസിഡിറ്റിന്റെ അസുഖം ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സ് ഫസ്റ്റ് പറയും രാവിലെ എണീക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ പറയും. അതിന് മാത്രമല്ല, നമ്മുടെ ബോഡീനെ മൊത്തത്തില് ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ എല്ലാ സിസ്റ്റത്തിനെയും ഉണർത്തുന്ന ഒന്നാണ് അല്ലെ നമ്മുടെ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ. സോ ആ കുടിക്കുന്ന വെള്ളം നമ്മൾ ഇത്തിരി ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് റിലാക്സ്ഡ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് കുടിക്കുക എന്നുള്ളതാണ്. ആൻഡ് രാവിലെ നമുക്ക് എണീറ്റിട്ട് ഹറി ബറിന്റെ ഉള്ളില് ഫോണിന്റെ യൂസ് ഞാനിവിടെ എടുത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം മെസ്സേജ് നോക്കാതെ ആർക്കും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. രാത്രി ഉറങ്ങണതിന്റെ മുന്നേ കുറച്ച് സമയം നമുക്ക് എത്രയൊക്കെ പറയുകയാണെങ്കിലും മാക്സിമം അതിന്റെ യൂസ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് സൺലൈറ്റ് കുറച്ച് സമയം ഏതെങ്കിലും ഒരു സമയത്ത്, ഇപ്പോൾ ഒരുവിധം ഒട്ടുമിക്ക കേസിലും വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസിയാണ്. മെന്റൽ അഫക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് വരുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പൊ കോമൺ ആണ്. വെറുതെ നമ്മൾ CBC നോക്കുന്ന സമയത്ത് വെറുതെ ക്ഷീണം കൊണ്ട് വരികയാണെങ്കിലും നമ്മളിപ്പോ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു ടെസ്റ്റ് വൈറ്റമിൻ ഡിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അതിന്റെ ഡെഫിഷ്യൻസി അത്രക്ക് കൂടിയിട്ടുണ്ട് ആൾക്കാരിൽ. സോ നമ്മൾ പറയും 11 മണി മുതൽ 3 മണി വരെയുള്ള സൺലൈറ്റ് കൊള്ളാന് എന്തിനു വേണ്ടി? വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഡെയിലി റുട്ടീനിൽ കുറച്ച് സമയം മോർണിംഗ് എങ്കിലും ഒരു 10-15 മിനിറ്റ് നമ്മൾ സൺലൈറ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ എനർജി സിസ്റ്റത്തിനെ കൂട്ടും, അതിന്റെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. ഈ ഒരു ഡെഫിഷ്യൻസീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് നാച്ചുറൽ അല്ലെ, നമ്മളൊരു എനർജി കണക്ഷൻ ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈറ്റ് വിത്ത് സൺ എന്ന് പറയും. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ സൂര്യൻ അസ്തമിക്കുന്നതിനിടയിൽ മാത്രം ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ആൻഡ് ടച്ച് എ ട്രീ. സംടൈംസ് നമുക്ക് ഈ ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പതിയെ നമ്മുടെ അടുത്ത് വല്ല മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണോ ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അതിനെ പോയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ്ലി ഹഗ് ചെയ്യുക. ഭയങ്കര റിലാക്സേഷൻ ആണ്. എന്റെ വീടിന്റെ ബാക്കിൽ ഒരു മാവുണ്ട്. സംടൈംസ് രാവിലെ ഞാൻ അതിന് നല്ല രീതിയിൽ സണ്ണിന് നേരെ അങ്ങോട്ടേക്ക് വരും, സണ്ണും കിട്ടും, മാവിന് ടൈറ്റ് ആയിട്ടൊന്ന് ഹഗ് ചെയ്യുമ്പോൾ
ഭയങ്കര ഒരു ഭയങ്കര കാംനെസ് ഫീൽ ചെയ്യും. സോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഇലക്ട്രോൺസ് ഉണ്ട്, ആ ഇലക്ട്രോൺസ് നമ്മളിലേക്ക് പ്രകൃതിയിൽ നിന്നും നമ്മുടെ മരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ചെറിയ രീതിയിൽ നമ്മൾ അതിലേക്ക് ഇപ്പൊ പലപ്പോഴും നമ്മള് ചെടികളൊക്കെ വളർത്തുന്ന സമയത്ത് മണ്ണുമായിട്ടും ചെടികളും പൂക്കളുമായിട്ടൊക്കെ റിലേഷൻ ഉണ്ടാവും. പറ്റുന്നവരൊക്കെ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ആൻഡ് വാക്ക് ബെയർ ഫ്രൂട്ട് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഉറങ്ങുന്നതിന്റെ മുന്നായിട്ട് കുറച്ച് സമയം ഒന്ന്, ഇതിപ്പോ രാവിലെ നമ്മൾ കുറച്ച് സമയം സൈലൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് സമയം റിലാക്സ്ഡ് ആയിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ബ്രീത്തിങ് എടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയിട്ടില്ല, ലാസ്റ്റ് പറയാന്ന് വിചാരിച്ച ഒന്നാണ് മെഡിറ്റേഷൻ. ഹൗ മെഡിറ്റേഷൻ ഇംപ്രൂവ്സ് അവർ ഹെൽത്ത് എന്നുള്ളതാണ്. ഇറ്റ്സ് നമ്മുടെ ബ്രീത്ത്, വെറുതെ നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ എത്രത്തോളം ഓക്സിജൻ നമ്മളെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അവെയർ ആയിട്ട് നമ്മുടെ ബോഡിന്റെ റിതം ഒക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് കാം ആയിട്ടിരുന്ന്, എല്ലാവർക്കും 10-15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്യാനൊന്നും കഴിയൂല. ആദ്യമൊന്നും നമ്മൾ ഗ്രാജുവലി പതിയെ പതിയെ അറിഞ്ഞുകൊണ്ട്, ഇവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫസ്റ്റ് കണ്ണുകളൊക്കെ തുറന്നിട്ട് കുറച്ചു നേരം പുറത്തേക്ക് നോക്കിയിരുന്ന് ബ്രീത്ത് ചെയ്യാം. പതിയെ നമ്മൾ ഒന്ന് അറിഞ്ഞുകൊണ്ട് ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് ബ്രീത്തിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലും കാമാവും. നമ്മളൊരു നാച്ചുറൽ സൗണ്ട് ഒക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ ചെവി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സൗണ്ട്സുകൾ അറിയുന്നു, നമ്മൾ ആ ഒരു എയറിനെ അറിയുന്നു, നമ്മൾ ആ എല്ലാം ഒന്ന് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാംനെസ് ഫീൽ ചെയ്യും. നമ്മുടെ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം നോർമലായി മാറും. നമ്മുടെ കോർട്ടിസോളിന്റെ അളവുകൾ കുറയും, അല്ലെങ്കിൽ അതർ ഹോർമോൺസിന്റെ സ്ട്രെസ് ഹോർമോൺസിന്റെയും ഒക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനും എല്ലാം നമ്മൾ പറയും മെഡിറ്റേറ്റ് ചെയ്യൂ, യോഗ പ്രാക്ടീസ് ചെയ്യൂ, എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യൂ. ഇപ്പൊ യോഗ എക്സസൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭൂമിയോട് ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അതൊക്കെ അത്രയും എഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ചെറിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്താ നമുക്ക് അറിയേണ്ടത്, നമ്മൾ പ്രകൃതിയെ ഒന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ പ്രകൃതി ഒന്ന് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ പ്രകൃതി ഓട്ടോമാറ്റിക്കലി തിരിച്ച് നമുക്ക് തരും, ഹീലിംഗ് തരും. നമ്മള് പ്രകൃതിയുടെ റിതമിനനുസരിച്ചിട്ട് നമ്മളെ പ്രകൃതിയുടെ റിതത്തിനനുസരിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയുടെ റിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ റിതം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. ഇതാണ് സിമ്പിൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കാം. റെഡിയാണോ? ready. ഓക്കെ ഓക്കെ, സിമ്പിളാണ്. കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചെറിയൊരു മെഡിറ്റേഷൻ, നമുക്കൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്നോളൂ. ഷോൾഡർ ഒക്കെ ഒന്ന് താഴ്ത്തി കാലുകളൊക്കെ ഒന്ന് നിലത്ത് ഉറപ്പിച്ചിട്ട്, നീ കിടന്നിട്ടാണെന്നെങ്കിലും കിടന്ന് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കിടന്നോളൂ, ഓക്കെയാണ്. അല്ലെങ്കിൽ ഇരിക്കുന്നവര് കാലൊക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ട് വെച്ചിട്ട് താഴെ നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക, നിങ്ങളുടെ കാൽപാദം ഗ്രൗണ്ടഡ് ആയിട്ടൊന്ന് ഫീൽ ചെയ്തതിന് ശേഷം മെഡിറ്റേഷൻ നമുക്ക് ആരംഭിക്കാം. റെഡിയല്ലേ? ഓക്കെ, പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടക്കുക. ഷോൾഡർ പതിയെ റിലാക്സ് ചെയ്യുക. ബോഡിയുടെ എല്ലാ മസിൽസും കാം ആൻഡ് റിലാക്സ്ഡ് ആണെന്ന് ഫീൽ ചെയ്യുക. ഒരു ബലം പിടുത്തവും വേണ്ട. പതിയെ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളെല്ലാം ബ്രീത്ത് എടുക്കുന്നുണ്ട്, അത് നമുക്ക് അറിഞ്ഞുകൊണ്ടൊന്ന് ബ്രീത്ത് എടുക്കാം. അതിന്റെ നിശ്വാസ വായുവിന്റെ തണുത്ത കാറ്റ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ആൻഡ് പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ ചെറു ചൂടും അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്ലോലി ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ഫോഴ്സ് ചെയ്യരുത്, റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്താൽ മതി. അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുക. നിങ്ങളിപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു മലയുടെ ചെരുവിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങള് അവിടെ എവിടെയൊക്കെ ആയിട്ട് തിങ്ങി നിൽക്കുന്നുണ്ട്. ക്രൗഡഡ് ആയിട്ടുള്ള മരങ്ങളല്ല, അവിടെ എവിടേക്ക് ഓരോന്നേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഒരു പുഴയുടെ
അടുത്തായിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്ത് നോക്കൂ. ആൻഡ് നിങ്ങൾ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങളെ കാലുകള് ആ കല്ലിലും മണ്ണിലും പുല്ലൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പതിയെ നിങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ ആ കാലിന്റെ അടിയിലായിട്ട് ആ മണ്ണിനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സോഫ്റ്റ് എർത്തിനെ നിങ്ങളുടെ കാലുകളിലൂടെ ഫീൽ ചെയ്തിട്ട് ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നാം. ഒരു തണുപ്പുണ്ട് കേട്ടോ ആ കാലിന്റെ അടിയില്. നല്ലൊരു തണുത്ത മണ്ണാണ് അവിടെ ഉള്ളത്. നിങ്ങൾക്കത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കല്ലിൽ ഇങ്ങനെ ചെരലിൽ നിങ്ങളെ കാലുകൾ ടച്ച് ചെയ്യുന്നത്. ചെറിയ പുല്ലൊക്കെ ഉണ്ട് അവിടെ. ഒരു തണുപ്പ് നിങ്ങളുടെ കാലിന്റെ അടിയിലൂടെ ഇങ്ങനെ കയറി വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാലിന്റെ അടിയിലൂടെ വേരുകള് നിങ്ങളെ കാലിൽ നിന്നും ചെറിയ ചെറിയ വേരുകൾ പൊട്ടിമുളച്ച് അത് ആ മണ്ണിലേക്ക് ഇറങ്ങി പോകുന്നത് പോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നോക്കൂ. ആ വേരുകള് പതിയെ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ, നിങ്ങൾ അവിടെ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നോക്കൂ. നല്ല തണുത്ത ഒരു കാലുകൾ, നല്ല തണുപ്പ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സമാധാനം നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാംനെസ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ആയിരിക്കുന്നു എന്നത് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ സേഫ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ റിലാക്സ്ഡ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വേരുകള് ആ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അത്രയും സേഫ്റ്റി, സെക്യൂരിറ്റി നിങ്ങൾ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നിൽക്കും. ആ എർത്ത് നിങ്ങളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങളെ കാം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങൾ റിലാക്സേഷൻ എടുത്ത് ഓരോ എക്സലേഷനും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെസ്സിനെ പതിയെ പതിയെ ഒഴുക്കി വിടുന്നത് പോലെ നിങ്ങൾ ഫീൽ ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ and breathe out. Breathe in and breathe out. Breathe in and breathe out. പതിയെ നിങ്ങളുടെ മുഖത്തേക്ക് ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. അതിന്റെ ആ ഒരു കിരണങ്ങൾ, ഒരു ഇളം ചൂടുള്ള കിരണങ്ങള് നിങ്ങളുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും ഇങ്ങനെ, അത് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സൺലൈറ്റ് നിങ്ങളുടെ മുഖത്തേക്ക് അടിച്ചു വരുന്നത്, അതിങ്ങനെ സൺ ഉയർന്നു വരുമ്പോൾ ആ ഒരു ഓറഞ്ച് നിറമുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള സണ്ണിന്റെ ആ ഒരു എനർജി വേവ്സ്, സൂര്യകിരണങ്ങൾ നിങ്ങളുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും പതിക്കുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്ത് നോക്കി നോക്കൂ. നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണുകളൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. മുഖത്തെ ഓരോ സെൽസിലേക്കും ശരീരത്തിലേക്കും ആ സൂര്യകിരണങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ഇളം തണുത്ത കാറ്റ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അത് നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ മുഖത്തിനെയും നിങ്ങളുടെ മനസ്സിനെയും തട്ടി തഴുകി തലോടി ആ ഒരു തണുത്ത കാറ്റിൽ നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്ത് നിൽക്കണം. പതിയെ നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്യണം. ആ ഭൂമിയെ, ആ എർത്തിനെ, ആ ഒരു പ്രകൃതിയെ നിങ്ങളിലേക്ക് മുഴുവനായിട്ട് ആഗിരണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയില് ഏതൊക്കെയോ പക്ഷികള് അവിടെ ഇങ്ങനെ ചിലച്ചുകൊണ്ട് ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ചില പക്ഷികള് പറന്നു പോകുന്നുണ്ട്. അതിന്റെ സൗണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഇടയില് കാറ്റ് വീശുമ്പോൾ ഇലകൾ ആടുന്ന സൗണ്ടും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി നോക്കൂ. റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ അറിയാതെ നിങ്ങളുടെ ഉള്ളിലൂടെ ഈ സൗണ്ടുകളെല്ലാം പതിയെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് സമയം നിങ്ങൾ അവിടെ ആയിരിക്കുകയാണ്. റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. നിങ്ങളത് ഫീൽ ചെയ്തിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആ കാറ്റും ആ സൂര്യനും ആ പക്ഷികളും എല്ലാം നിങ്ങൾക്കൊരു പ്രത്യേക സുഖം, ഒരു അനുഭവം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു.
ഒരു മരം പോലെ നിങ്ങളിവിടെ റൂട്ടഡ് ആയിട്ട് മണ്ണിൽ ആഴ്ന്നിറങ്ങിയ പോലെ, വേരുകൾ ആഴ്ന്നിറങ്ങി ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു മരമായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. ആ സൂര്യനും എല്ലാം നിങ്ങളിങ്ങനെ ഓരോ എനർജി, നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ എനർജിയില് നിങ്ങൾ നിങ്ങളെ തന്നെ പതിയെ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ സ്ട്രെസ്സിനെയും നിങ്ങൾ ഇവിടെ റിലൈസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. പതിയെ ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. സ്ലോലി ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നോർമൽ ബ്രീത്തിലേക്ക് തിരിച്ച് പതിയെ കൊണ്ടുവരിക. ടേക്ക് എ ഡീപ് റിലാക്സ് ബ്രീത്ത്. Slowly breathe in, breathe out. Now you're safe. Now you are grounded. You belongs to the earth. The earth belongs to you. Take your time. Slowly, normal breath എടുത്തിട്ട് പതിയെ കണ്ണുകൾ തുറക്കുക. 3, 2, 1. Slowly open your eyes. പതിയെ കൈകൾ രണ്ടൊന്ന് ചേർത്ത് നന്നായിട്ട് ഉരസി കൊടുത്തിട്ട് നിങ്ങളുടെ കണ്ണുകളിലും മുഖത്തും ഒന്ന് വെച്ചു കൊടുക്കുക. ഒരു 3 times ചെയ്യൂ കേട്ടോ. 3 times ചെയ്യൂ. ഡീപ്പായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഹഗ് ചെയ്തേ. ഫീൽ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഹഗ് ചെയ്യും. ഒരു സേഫ്നെസ്, ഒരു കാംനെസ്, ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഹൗ യു ഫീൽ? ഉണ്ട്. വെരി ഗുഡ്. താങ്ക് യു. ചെറിയൊരു സെഷനാണ്, ബട്ട് ഒന്ന് റിമൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? സജഷൻ ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? ഹലോ ഹലോ. പറയൂ. ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? എങ്ങനെ ഫീൽ ചെയ്തു? എന്തെങ്കിലും പറയൂ. മെഡിറ്റേഷൻ നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു ഓക്കെ. മെഡിറ്റേഷൻ. താങ്ക് യു. എന്നും ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് എന്ന് രാവിലെ. എന്നാലും ഇത്രയൊക്കെ ഇതങ്ങ് ആകാറില്ല. എന്തായാലും ഏറ്റവും നല്ല ഒരു അനുഭവമായിരുന്നു. താങ്ക് യു. ഓക്കെ. Good morning, ma'am. Good morning. Good morning, Naima, ma'am. The rhythm of nature and the rhythm of life. അതിൽ കൂടി മാം നല്ലൊരു നമ്മളെ നേച്ചറിലോട്ട് കൊണ്ടുപോയി. ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഹറിബറിയായിട്ട് ലൈഫ് നോക്കുന്നവരാണ് കൂടുതൽ പേരും. അവർക്ക് ഈ ഒരു മാം കൊടുത്ത ഈ നല്ലൊരു മെസ്സേജ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എല്ലാവർക്കും. ആ ഒരു നമുക്ക് ലാസ്റ്റിൽ തന്ന ഈ മെഡിറ്റേഷൻ അത് നല്ല ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സിനെയൊക്കെ മാറ്റാൻ മോർണിംഗിൽ ഇങ്ങനെ നല്ല ഒരു മെഡിറ്റേഷൻ തന്നത് നമുക്ക് നല്ലൊരു വാല്യൂ അതിൽ നിന്ന് കിട്ടി. നമുക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടി, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി. നല്ല ക്ലാസ് ആയിരുന്നു മാം. നല്ല രീതിയിൽ എല്ലാം പ്രസന്റ് ചെയ്ത് കൺഗ്രാജുലേഷൻ മാം. താങ്ക് യു. താങ്ക് യു നിഷ മാം. മെസ്സേജ് നമസ്കാരം. ഓക്കെ. എന്റെ പേര് രാമനാരായണനാണ്. ഓക്കെ സാർ പറയൂ. ഞാന് ഇതിൽ മിക്കവാറും കാര്യങ്ങൾ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയി ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്.
ഓക്കെ അപ്പൊ അത് അതിന്റെ എന്താ പറയാ കുറെ ഗുണങ്ങൾ എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കുറെ കാര്യങ്ങളും കൂടി എനിക്ക് അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതിന് ഏതായാലും രാവിലെ അങ്ങനെ പറഞ്ഞു തരാൻ സന്മനസ് കാണിച്ച നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു സർ. ഓക്കെ, സജ്ന മാം. മാം നല്ല സെഷൻ ആയിരുന്നു കേട്ടോ മാം. നാച്ചുറൽ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും മാം അതില് നാച്ചുറലായിട്ട് നമ്മളെപ്പോഴും നമ്മൾ നാച്ചുറിൽ നിന്ന് തന്നെ വന്നവരാണ്, നാച്ചുറലിലേക്ക് തന്നെ പോകുന്നവരാണ്. നാച്ചുറലായിട്ട് എപ്പോഴും കണക്ട് ആയിട്ട് ഇരിക്കേണ്ടതിന്റെ ആ ഒരു നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സുകൾ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. പിന്നെ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളും നമ്മളുടെ ബോഡിയിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും ഒക്കെ മനസ്സിലായി. താങ്ക് യു സോ മച്ച്. പിന്നെ മെഡിറ്റേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടാ. ശരിക്കും നല്ല ഫീൽ ചെയ്തു. താങ്ക് യു. താങ്ക് യു. ഓക്കെ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അതിന് ആർക്കും പറയാനില്ലെങ്കിൽ ചെരുപ്പിടാതെ കോൺക്രീറ്റ് ചെയ്ത മുറ്റത്ത് നടക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ അവിടെ മാം. നമ്മള് ചെരുപ്പിടാതെ കോൺക്രീറ്റ് ചെയ്ത മുറ്റത്ത് നടക്കുമ്പോ അവിടെ എന്തായാലും മണ്ണ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടുന്ന് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഈ ഒരു നെഗറ്റീവ് ഈ എനർജി ഉണ്ടാവില്ലല്ലോ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നടക്കണേന് കുഴപ്പമൊന്നുമില്ല, നമ്മളെ കാലിന് ഇത് തന്നെയായിരിക്കും. പക്ഷെ അവിടുന്ന് നമുക്ക് നാച്ചുറലി നമ്മുടെ എർത്തുനിന്ന് കിട്ടുന്ന ഒരു ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി കുറച്ച് മണ്ണിലേക്ക് നടക്കുമ്പോഴാണല്ലോ മണ്ണിന്ന് കിട്ടുന്നത് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും മുറ്റങ്ങൾ ഇന്ന് പലപ്പോഴും ഇതാണ്. അപ്പോ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എവിടെയെങ്കിലുമൊക്കെ മണ്ണില്ലാതെ ഇരിക്കൂലല്ലോ തൊട്ടടുത്തായിട്ട്. അതുപോലെ ഈ മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് ചെരുപ്പിടാതെ പോകുന്നതല്ലേ നല്ലത്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു അത് ചെരുപ്പില്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാക്ക് ചെയ്യണം എന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ബെയർഫൂട്ട് ആയിട്ട് നടന്നാൽ മതി. ലാസ്റ്റ് വന്ന് ചെരുപ്പ് ഊരി വെച്ചിട്ട് നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ വരുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ടോ ഒരു 5-10 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി അത്രയും നേരം ഉണ്ടായിരുന്നത് ഫുള്ള് അരമണിക്കൂർ 1 മണിക്കൂർ നടക്കുന്ന ആൾക്കാരൊക്കെ വരും. പക്ഷെ പല സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കുന്നുണ്ടാവാം. അപ്പൊ ഒരു പക്ഷെ ഒരു നടക്കുന്ന സ്ഥലത്തെ സിറ്റുവേഷനും കൂടി നമുക്ക് നോക്കേണ്ടി വരൂലേ. അതിന് വരും ഒരു 5-10 മിനിറ്റ് നടന്നാൽ മതി. ലാസ്റ്റ് വരുന്ന കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടണ്ട അല്ലെങ്കിൽ സ്പീഡ് വാക്ക് ഒന്നും ചെയ്യേണ്ട, റിലാക്സ്ഡ് ആയിട്ട് അറിഞ്ഞ് നടക്കുക എന്നുള്ളതാണ് ബെയർ ഫൂട്ട് വാക്കിംഗ് കൊണ്ട് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ല നമ്മൾ മോർണിംഗ് വാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഓടാൻ പോകുന്നതോ കാലുകൾ ബെയർ ഫൂട്ട് ആയിട്ട് പോകണമെന്ന് നമ്മൾ എവിടെയും പറയുന്നില്ലല്ലോ, നമ്മൾ എവിടെയും കേൾക്കുന്നുമില്ലല്ലോ. അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് കൂടുതൽ ഭയങ്കര ഹെവി സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ബെയർഫുട്ട് വാക്കിംഗ് ആണ്. അത് നമ്മുടെ ഭൂമിയെ അറിയാന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒരു 10-15 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് മഴ കൊള്ളുന്നത്. ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് മഴ കൊള്ളുന്ന ഒരു കാര്യം. മഴ പലപ്പോഴും മഴയത്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോഴേക്കും നമ്മൾ അതെന്താ പറയാ, പനി വരും എന്നുള്ളത്. ഒരിക്കലും ഇല്ല. അതിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുന്നുണ്ട് എന്നുള്ളതാ. ആ ഒരു സമയത്ത് മഴ കൊള്ളുമ്പോ നമുക്ക് ഇഷ്ടമാണല്ലേ, കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമാണ്. നമ്മളാണ് അവരെ തടഞ്ഞു നിർത്തുന്നത്. ഞാൻ തടയാറില്ല, മഴ കൊള്ളിപ്പിക്കാറുണ്ട്. ഞാനത് തടയാറില്ല. എന്റെ കുട്ടികൾക്ക് ഇതുവരെ മഴ കൊണ്ടിട്ട് പനി വന്നിട്ടുമില്ല. പക്ഷെ എനിക്ക് വരുന്ന പല കേസുകളും ഇന്നലെ മഴ കൊണ്ട് ഡോക്ടറെ പനി വന്ന് തൊണ്ടവേദന വന്നു. ഒരിക്കലും മഴ കൊണ്ടിട്ട് പനിയോ തൊണ്ടവേദന വരില്ല. ഓട്ടോമാറ്റിക്കലി വയറിലുണ്ടാവും, അപ്പൊ മാത്രമേ അത് വരുള്ളൂ. അപ്പൊ ഇപ്പോഴും നമുക്കുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് മഴ കൊണ്ടാ പനി വരും എന്നുള്ളത്. ഒരിക്കലും ഇല്ല. മഴ കൊള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ നെർവസ് സിസ്റ്റവും ബോഡി അതുമായിട്ട് പൊരുത്തപ്പെടുകയാണ് ചെയ്യുക. അപ്പോ ഈ ഒരു ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് നന്ദി നിഷ മാം ആൻഡ് റീന മാം. ഓക്കെ, പ്രതിരോധ ശക്തി കിട്ടത്തേ ഉള്ളൂ. അതെ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇലക്ട്രോൺസ് പറയുമ്പോൾ നമ്മുടെ ഇൻഫ്ലമേഷനെ കുറക്കും ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെയാണ് ഇമ്മ്യൂണിറ്റിനെ വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യും, ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും, നെർവസ് സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബോഡി ഓക്കെ ആവുമല്ലോ, ബോഡിന്റെ റിതം ഓക്കെ ആവും. സിമ്പിളാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് മഴ ഇഷ്ടമാണ് ഭയങ്കര. പക്ഷെ ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോ, ക്ലാസ്സിനൊക്കെ പോകുമ്പോ, സ്കൂട്ടറിലൊക്കെ പോകുമ്പോ ഇങ്ങനെ എന്തായാലും നമ്മൾ റെയിൻകോട്ട് ഇട്ടാലും കുറെയൊക്കെ മഴ നനയും.
അപ്പൊ അതൊരു ഭയങ്കര ഇതായിട്ട് ആദ്യം തോന്നിയിരുന്നു കേട്ടോ. മഴക്കാലമാകുമ്പോ പുറത്തേക്ക് സ്കൂളിലൊക്കെ പോണത് ആലോചിക്കുമ്പോ മഴ കൊള്ളണ്ടേ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ എന്താണോ ഇപ്രാവശ്യം ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. നനഞ്ഞാലും കുഴപ്പമില്ല, എത്ര മഴ നനഞ്ഞിട്ട് പുറത്ത് പോകുമ്പോഴും ഈ കുഴപ്പമില്ല. റെയിൻകോട്ട് ഇട്ടാലും നമ്മ നന്നായിട്ട് നനയുമല്ലോ. പക്ഷെ ഞാനിപ്പോ എൻജോയ് ചെയ്യണത് മഴയുടെ കാര്യം പറഞ്ഞപ്പോഴും ഓർക്കണത് അത്. മഴ രസാണ്. മഴ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വല്ല ട്രെക്കിങ്ങിനും പോകും അല്ലേ? പക്ഷെ നമ്മൾ മുറ്റത്തുള്ള മഴ നമ്മൾ എൻജോയ് ചെയ്യാറില്ല. ട്രെക്കിങ്ങിന് പോകുമ്പോ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് മഴ കൊള്ളാനായിട്ട് പോകും. പക്ഷെ മുറ്റത്ത് മഴ പെയ്യുമ്പോൾ നമ്മൾ മുറ്റത്ത് ഇറങ്ങിയിട്ട് മഴ കൊള്ളൂല. എന്താ അതെ. ഡിഫറൻസ്? അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ ജോയിനിങ്. എന്നെ കേട്ടിരുന്നതിന്, അഭിപ്രായങ്ങൾ പറഞ്ഞതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത സെഷനിൽ ഇനിയുള്ള മാസങ്ങളിലൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോ Thank you സജ്ന മാം, താങ്ക് യു. so much. Thank you all. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.